നീറ്റ് പരീക്ഷാ പ്രക്ഷോഭം കാലം മുതൽ ജോൺ ബ്രിട്ടാസ് എം.പി. മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഞാൻ കണ്ടത്, സാറ് കണ്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്, ജോൺ ബ്രിട്ടാസ് എം.പി. വിച്ചമ്മ എന്ന തമ്പിദുരൈ സംസാരിക്കുന്നതിനെ ചോദിക്കുകയും തമ്പിദുരൈ തിരിച്ച് യുവർ അമ്മ എന്ന് പറയുകയും ചെയ്യുന്ന കാര്യം, അത് വലിയ ട്രോളായിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ അതിനു മുമ്പാണെങ്കിൽ RSS തന്നെ ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തി എന്നുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും ഏറെ വൈറലായി പോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യവും നിരീക്ഷിച്ച് അദ്ദേഹത്തെ ട്രോളാൻ വേണ്ടി മാത്രം ഇപ്പോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൃത്യമായിട്ട് സമയം വിനിയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബ്രിട്ടാസ് എം.പി. ഇപ്പോ ഇങ്ങനെ ട്രോളപ്പെടാനുള്ള കാരണം? ഇത് യഥാർത്ഥത്തില് ബ്രിട്ടാസിന്റെ കാര്യത്തിൽ മാത്രമുള്ളതല്ല. വളരെ സൂക്ഷ്മമായി ഇതിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്വരാജ് കുറേ നാളുകളായിട്ട് ഇങ്ങനെ വലിയ വിമർശനങ്ങൾക്ക് ഇരയായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വരാജ് പണ്ട് തൃപ്പൂണിത്തുറ MLA ആയിരിക്കുമ്പോൾ ഒരു യോഗ സെന്റർ നടത്തിപ്പുകയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടപടി എടുത്തില്ല എന്നുള്ള വിമർശനമൊക്കെ നമ്മുടെ മീഡിയ വണ്ണിന്റെ ആളുകൾ, അതായത് പ്രിയപ്പെട്ട അജിംസൊക്കെ നടത്തിയിരുന്നു. ഇരുട്ടുമുറിയിലിരുന്ന് ചർച്ച നടത്തിയപ്പോൾ അവർ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. കൂടാതെ നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ ഇടത് ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞു പോലും വാചകങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ കോയിൻ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ട നയിക്കാൻ തീരുമാനിച്ചത് CPM ഒരു കാരണവശാലും മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ കിട്ടരുത് എന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായി? അതാണ് ഏറ്റവും കൂടുതൽ PM ശ്രീ വരെ എത്തിയ പ്രചരണത്തിലേക്ക് വന്നു നിന്നതും 2019 കൺസോളിഡേറ്റഡ് ആയി മുസ്ലിം സമുദായം മൊത്തത്തിൽ ഏതാണ്ട് UDF വോട്ട് ചെയ്തിരുന്നു ലോക്സഭയിലേക്ക്. അതേപോലെ തന്നെയുള്ള ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിനോട് അനുഭവമുള്ള ഒരു സഖാക്കളൊക്കെ ഇത് കേൾക്കാൻ. കാരണം ഇപ്പൊ എന്തുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് വിമർശിക്കപ്പെടുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ പറയാം. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം യഥാർത്ഥത്തിൽ കേരളത്തിൽ CPM ഇല്ലാതാകാൻ പോകുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പലപ്പോഴും. അതായത് CPM ഒരു തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാകുന്ന ആദ്യമായിട്ടല്ല. പക്ഷെ ഈ തോൽവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇതോടുകൂടി CPM ഇവിടെ ഇല്ലാതായി. ഇനി BJP അങ്ങനെ അടിച്ചു കയറും. പിന്നെ കോൺഗ്രസും BJPയും മാത്രം ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന നരേറ്റീവ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ ആളായി. യഥാർത്ഥത്തിൽ 66 ലക്ഷത്തോളം 65,90,000 വോട്ടുകൾ കഴിഞ്ഞ 2024 ലോക്സഭയിലേക്കും ലോക്കൽ ബോഡിയിലേക്ക് 71 ലക്ഷം വോട്ടുകളും പിണറായി വിജയനെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ 81 ലക്ഷം വോട്ടുകളുമാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ വോട്ട് കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്താൽ കഴിഞ്ഞ നിയമസഭയായിട്ട് കമ്പയർ ചെയ്താൽ കുറവാണ് ചെയ്തിട്ടുള്ളത്. 93 ലക്ഷം വോട്ടുകളിൽ നിന്ന് കുറഞ്ഞുപോയി. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി CPM-ൽ നിന്ന് ഏതെങ്കിലും നേതാക്കന്മാരൊന്ന് ഉയർന്നു വരുന്നുണ്ടോ എന്ന് നോക്കി അവരെ ഷൂട്ട് ചെയ്തിടാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ജോൺ ബ്രിട്ടാസിന് എന്തുകൊണ്ട് ഇത് കിട്ടിയെന്ന് വെച്ചാൽ അവിടെ CJP-യുടെ ഒരു സമരം നടക്കുന്നു. ആ സമരത്തിൽ യഥാർത്ഥത്തിൽ SFI ഉണ്ടായിരുന്നു. CPM-ന്റെ നേതാക്കൾ ആദ്യമേ തന്നെ പിന്തുണ കൊടുത്തിരുന്നു. കോൺഗ്രസ് അടക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്തുണ കൊടുത്തില്ല. അപ്പൊ അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇടപെട്ട ഒരാൾ ജോൺ ബ്രിട്ടാസ് ആണ്. അപ്പൊ ജോൺ ബ്രിട്ടാസിനെ സംബന്ധിച്ചോളം ഒരു നേതാവാക്കി ഉയർത്തി കാണിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു റൈറ്റ് വിങ് എക്കോസിസ്റ്റം അങ്ങനെ തന്നെ ഉണർന്നെണീക്കുകയാണ് ആർക്കെതിരെ? ജോൺ ബ്രിട്ടാസിനെതിരെ. ഇപ്പൊ മറുനാടൻ ഷാജൻ മുതൽ അഡ്വക്കേറ്റ് ജയശങ്കർ വരെ പുള്ളിനെ കളിയാക്കിക്കൊണ്ട് തമാശയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കളിയാക്കാൻ അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. പുള്ളി തമാശയൊക്കെ കളിയാക്കുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷമൊക്കെ ഇല്ലാതാകുന്നു. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഭരണമില്ലാതാകുന്നു. ഇപ്പൊ അവര് ഭരിക്കുന്ന ഏറ്റവും വലിയ നഗരസഭ എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയാണ് എന്നൊക്കെ പറഞ്ഞുള്ള കുറെ അഭിപ്രായങ്ങളൊക്കെ തള്ളിവിടുന്നതിനിടക്കാണ് CJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വരികയും അവര് പാർട്ടിയും ഇല്ല, ഒന്നുമില്ല, ശരിക്കും സോഷ്യൽ മീഡിയയിൽ മാത്രമുള്ള പ്രസ്ഥാനം വരികയും അവരെ CPM ഒക്കെ ബാക്ക് ചെയ്യുകയും ആ ബാക്ക് ചെയ്തുകൊണ്ട് വിജയിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇനി ഇവരിങ്ങനെ വിട്ടാൽ ശരിയാവൂല. കാരണം ഇവരൊക്കെ നിസ്സാരരാണ്, ഇവർ പൊളിഞ്ഞു പോയി എന്ന് വിചാരിക്കുന്നിടത്തുള്ള ഒരു മോഹഭംഗം കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. മറ്റതൊക്കെ സത്യമാണ്. പുള്ളി മറ്റേ തമ്പിദുരൈ AIDMKയുടെ സംസാരിക്കുമ്പോഴേക്കും തമ്പിദുരൈ എന്ന് സംസാരിക്കുമ്പോൾ അമ്മ എന്ന് ഉദ്ദേശിച്ചത് ജയലളിതയെ കുറിച്ചാണ്. അപ്പൊ വിച്ചമ്മ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും യുവർ അമ്മ എന്ന് പറയുന്നത് ഇത് പറയുകയും അത് ജോൺ ബ്രിട്ടാസ് വളരെ തമാശയൊക്കെ എടുത്തുകൊണ്ട് എന്താണ് എന്ന് പറഞ്ഞ് കൈകൂപ്പിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഇത് മാത്രമല്ല, അതിനുശേഷം ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോസ്റ്റ് ഇട്ട എന്താണ്? ഈ ഓർഗനൈസറിൽ വന്നിട്ടുള്ള ഒരു ലേഖനമാണ്. ആ ലേഖനം സത്യത്തിൽ ജോൺ ബ്രിട്ടാസ് അർഹിക്കുന്ന ഒരു അംഗീകാരമാണെന്ന് തന്നെ ഞാൻ പറയും.
കാരണം എന്താ വെച്ചാൽ ആ ഹിറ്റ് ലിസ്റ്റ് ഒന്നും അല്ല അത്. പക്ഷെ അവര് പറഞ്ഞേക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ CJPയുടെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത 10 പ്രമുഖരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റാണ് ഇട്ടേക്കണത്. ആ ലിസ്റ്റ് ഇട്ടേക്കണതിൽ ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത് രഘുറാം എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സ്യൽ ടെലിവിഷൻ പേഴ്സണാലിറ്റി. അദ്ദേഹം ഇതിനകത്ത് വലിയ റോള് വഹിച്ചിട്ടുണ്ടെന്നാണ്. രണ്ടാമത്തേത് സംയുക്ത കിസാൻ മോർച്ച ഇതിനകത്ത് റോള് വഹിച്ചിട്ടുണ്ടെന്നാണ്. മൂന്നാമത്തെ ആളിട്ടേക്കണത് ജോൺ ബ്രിട്ടാസിനെയാണ്. നാലാമത്തത് അരുന്ധതി റോയിയാണ്. അഞ്ചാമത്തത് ആം ആദ്മി പാർട്ടിയുടെ MP ആയിട്ടുള്ള സഞ്ജയ് സിംഗ് ആണ്. ആറാമത്തേത് TMCയുടെ മഹുവ മൊയ്ത്രയാണ്. അതുപോലെ ഏഴാമത്തേത് പ്രശാന്ത് ഭൂഷണാണ്. എട്ടാമത്തേത് RTI ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അഞ്ജലി ഭരദ്വാജ് ആണ്. ഒമ്പതാമത്തേത് യോഗേന്ദ്ര യാദവാണ്. പത്താമത്തേത് TMCയുടെ MP ആയിട്ടുള്ള സാഗരിക ഘോഷ് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ പറ്റി അവരൊരു ലേഖനം എഴുതി എന്ന് പറഞ്ഞാൽ ഈ CJP പ്രൊട്ടസ്റ്റ്, ആ CJP പ്രൊട്ടസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഇല്ലാതെ BJP വറപ്പിക്കുകയും BJPക്ക് ഏറ്റവും ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെപ്പിക്കുകയും ചെയ്യേണ്ടി വന്ന പ്രൊട്ടസ്റ്റാണ്. അപ്പൊ ആ പ്രൊട്ടസ്റ്റിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച മൂന്നാമത്തെ ആൾ എന്നുള്ള നിലക്ക് എഴുതിയേക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഇവിടെയുള്ള കുറെ ആളുകൾ മറ്റേ തമാശ കോമഡിയൊക്കെ RSS ഒന്നും ഇപ്പൊ ജോൺ ബ്രിട്ടാസിനെ കണ്ട് പേടിക്കാൻ പോണേണ, അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് എന്തിനാണ് ഇവിടെ ശിവദാസ മേനോനും അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസും ഇപ്പൊ രാജ്യസഭയുടെ അവരുടെ മറ്റേ ടൈം കഴിഞ്ഞിട്ട് വരുമ്പോ കേരളത്തിൽ നിന്ന് ഒരാളെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരാളെ ജയിപ്പിക്കണമെങ്കിൽ തന്നെ 36 സീറ്റ് വേണം. പക്ഷെ 35 സീറ്റിലേക്ക് വരുമ്പോൾ 72 സീറ്റ് കഴിഞ്ഞ് 30 സീറ്റ് ബാലൻസ് ഉള്ള കോൺഗ്രസിന് ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരാൾ ഉറപ്പായിട്ടും CPMന് ജയിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് നേടിയെടുക്കാൻ വേണ്ടി പുള്ളി നടത്തുന്ന തന്ത്രമാണ്. വേറൊരു നരേഷൻ ഞാൻ കേട്ടത്, ഇവിടെ ഇപ്പോ പിണറായിക്ക് ശേഷം ആരെ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അപ്പോ അവിടേക്ക് കയറിക്കൂടാനുള്ള ഒരു ശ്രമം ബ്രിട്ടാസ് നടത്തുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ വായിച്ചായിരുന്നു. അങ്ങനെയുള്ള സാധ്യതകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും എന്റെ കാര്യം പൊന്ന് പ്രജിത്, ഇത് ആരാ പറയണേന്നും കൂടി നമ്മൾ നോക്കണ്ടേ? ഏതവരാണ് ഇത് പറയണതിരുന്നു? ഇപ്പൊ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഈ ഷാജൻ ഇത് വീഡിയോ ചെയ്യുന്നുണ്ട്, നമ്മുടെ ജയശങ്കർ വീഡിയോ ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ ഈ സമരം നടക്കുമ്പോ 2 കുട്ടികൾ മരിച്ചു പോയപ്പോ 93 കുട്ടികൾ മരിച്ചു പോയപ്പോ ഇവര് ഇതിനെതിരെ ശക്തമായിട്ട് നരേന്ദ്രമോദിയെ ട്രോളിക്കൊണ്ടോ കളിയായിക്കൊണ്ടോ ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടാ? ഇല്ല. അതിനൊന്നും ഇവർക്ക് നേരമില്ല. ഇവർ ഈ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾ എടുത്ത് എന്ത് ചെയ്യാൻ പോണേണ്? അപ്പൊ പുള്ളി ഇന്നൊരു കോമഡി അടിച്ചിട്ടുണ്ട് ജയശങ്കർ സാറ് എന്ന് പറഞ്ഞാൽ പുള്ളി കോമഡി അടിച്ചേക്കണത് ഒന്നാമത്തെ പേരുകാരൻ ആരാണെന്ന് പുള്ളിക്ക് ഓർഗനൈസറുടെ ലേഖനമൊന്നും പുള്ളി കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞ ഒന്നാമത്തെ പേരുകാരൻ പിണറായിയാണ്, രണ്ടാമത്തെ മുഹമ്മദ് റിയാസാണ്, അതാണ് എളിമ. മൂന്നാമത്തെ പേരുകാരനായിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ വെച്ചിട്ടുള്ളു എന്നൊക്കെ ഉള്ളതാണ്. അല്ലെങ്കിൽ ഷാജൻ പറയുന്നു RSS ഒക്കെ എത്രയോ വലുതാണ്, പേടിക്കുന്നു. എന്റെ പൊന്നു സുഹൃത്തെ, RSS ഈ CJPക്കാരുടെ മുമ്പിൽ മുട്ടുമടക്കിയില്ലേ? മടക്കിയ ധർമ്മേന്ദ്ര പ്രധാൻ ഒടിഞ്ഞു മടങ്ങിയ ഏത് കർഷക സമരം നടത്തിയിട്ട് 1 കൊല്ലം എടുത്ത്, ഇത് 1 കൊല്ലം എടുത്തില്ല, 45ാമത്തെ ദിവസം തന്നെ എന്ത് ചെയ്ത് ലേലു അല്ലു എന്ന് പറഞ്ഞു. കാരണം മോദിക്ക് മനസ്സിലായി ഇനി അടുത്തത് നമ്മുടെ കസേരയിരിക്കും. എന്റെ പൊന്നിയേട്ടെ, ഈ കസേര ഞാൻ വെച്ചോട്ടെ, നിങ്ങൾ എന്ത് ചെയ്തു? പ്രധാൻ രാജിവെച്ച് സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു. അതിലുള്ള കരച്ചിലാണ് ഈ കാണുന്നത്. സത്യം ആരെങ്കിലും ഒക്കെ പറയണ്ടേ? കയ്യടി കിട്ടാൻ എനിക്കും അറിയാം അപ്പുറത്ത് നിന്ന് പറയുന്നതാണ് നല്ലത്. ഏത് സത്യത്തിൽ ഇവരൊന്ന് വിറച്ചിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ MA ബേബിയെയും അതുപോലെ തന്നെ ഈ ജോൺ ബ്രിട്ടാസിന്റെയും ഇടതുപക്ഷത്തിന്റെ ആകെ ഞാൻ പറഞ്ഞ ഒരു ആശയം എന്നുള്ള നിലക്ക് അവർക്കിപ്പോഴും പ്രസക്തി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന് ചെറിയൊരു കരച്ചിൽ, ചെറിയൊരു നിലവിളി ശബ്ദമിടൽ മാത്രമാണ് ഇപ്പൊ. ഇതിനൊപ്പം തന്നെ റഹീം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഈ ബ്രിട്ടാസ് MP-ക്ക് കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള ഹൈപ്പ്, അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹം പറയുന്നു അദ്ദേഹം ഹിറ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസറിലെ ഇതിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് റഹീമിന് ആ ഒരു പ്രാധാന്യം കിട്ടാതെ പോകുന്നത്? അല്ല, റഹീം ബ്രിട്ടാസിനെ സംബന്ധിച്ച് കുറെ കൂടി ജൂനിയർ ആയിട്ടുള്ള ഒരാളല്ലേ ഒന്ന്. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റഹീമിന് ഒരുപാട് പരിമിതികളും ഒക്കെ ഉണ്ട്. ഇപ്പൊ റഹീമിന്റെ ലാംഗ്വേജിന്റെ പ്രശ്നം നമുക്കറിയാം, അത്തരത്തിലുള്ള വിഷയങ്ങൾ അറിയാം. പ്രത്യേകിച്ചും റഹീമിനേക്കാൾ മുതിർന്ന ഒരാളാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത്. അപ്പൊ ജോൺ ബ്രിട്ടാസ് കുറെ കൂടി എഫക്റ്റീവ്ലിയും കുറെ കൂടി മീഡിയ ഫ്രണ്ട്ലിയുമായിട്ടൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു പണിയാണ്. കാരണം ഇപ്പൊ കൈരളി TVയുടെ MD എന്നുള്ള നിലക്ക് അദ്ദേഹം വളരെ ഗംഭീരമായി മീഡിയ മാനേജ്മെന്റും ഒക്കെ ചെയ്യാൻ മിടുക്കുള്ള കഴിവുള്ള ആള് തന്നെയാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് സ്വാഭാവികമായിട്ട് കിട്ടുന്നുണ്ടാവും. പക്ഷെ
പിന്നെ കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഹീമിന് നേരത്തെ പ്രാധാന്യം കിട്ടിയിരുന്നത് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എന്നുള്ള നിലയിലാണ്, പ്രസിഡന്റ് എന്നൊക്കെയുള്ള നേതാവ്, അഖിലേന്ത്യാ നേതാവ് എന്നുള്ള ലെവലിലാണ്. ആ ലെവലിൽ ഇത്തവണ ഇവിടെ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല, പകരം അതിൽ കുറച്ചുകൂടി ഫലപ്രദമായ ഇടപെടൽ നടത്തിയിട്ടുള്ളത് ജോൺ ബ്രിട്ടാസ് ആണ്. കാരണം അത് പാർട്ടി നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അങ്ങനെ നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജോൺ ബ്രിട്ടാസ് ഇടപെടുകയും ആ ഇടപെട്ട സമരം ഇതായി പോവുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഹൈപ്പ് കിട്ടി. കാരണം ഇത് വിജയിച്ചൊരു സമരമാണല്ലോ. പ്ലസ് ഇന്ത്യ ഇതുവരെ കാണാത്ത ചരിത്രത്തിൽ നേടിയ ഒരു സമരമാണല്ലോ CJPയുടെ. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഹൈപ്പ് കിട്ടി. ഇതില് എന്താ അതുപോലെ തന്നെ എൻ്റെ ഒരു ചെറിയ സംശയമാണ്, ഇപ്പോ RSS എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ പോലും ഇല്ലാത്ത ഒരു സംഘടനയാണ് എന്നാണ് പറയുന്നത്. അതിന്റെ 100ാമത്തെ വാർഷികം ഇപ്പോ ആഘോഷിക്കുകയാണ്, അത് ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു സംഘടനയെ പോലും സാർ നേരത്തെ പറഞ്ഞതുപോലെ വിറപ്പിച്ച, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ വാങ്ങിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ സമരം നയിക്കുകയല്ലേ ഉണ്ടായിരുന്നത്. അങ്ങനെ അപ്പൊ അത്രയ്ക്കും ഒരു ഇതിലേക്ക് RSSന് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ? അല്ല, RSSന് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ടല്ലോ. കാരണം അവരുടെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഇന്ത്യ ഭരിക്കാൻ 12 കൊല്ലത്തേക്ക് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ ഐഡിയോളജികളാണ് നടപ്പിലാക്കുന്നത് സ്വാഭാവികമായിട്ടും. ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ അവരുടെ ആളാണ്, മുരളി മനോഹർ ജോഷി അവരുടെ ആളാണ്. അപ്പൊ ഇപ്പോഴും ഇപ്പൊ പ്രഹ്ലാദ് ജോഷി തീരുമാനിച്ചിരിക്കുന്ന പോലും നമ്മുടെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതുപോലെ RSS ആണ്. RSSന്റെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം തീരുമാനിക്കുന്നത്. കാരണം ഇന്ത്യ എങ്ങനെ പോകണം, ജനങ്ങൾ അങ്ങനെ ചിന്തിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നതിൽ അവർക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ആ പ്രാധാന്യമുണ്ട്. അവർ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയാണെന്ന് അവർ അവകാശപ്പെടുന്നു. അവർക്ക് അവകാശപ്പെടാൻ കാരണം വെച്ചാൽ രജിസ്ട്രേഷൻ ഇല്ല, ഒന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നില്ലെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കുക, അത്രേ ഉള്ളു കാര്യം. അപ്പൊ അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര വലിയ എല്ലാ അധികാര സ്ഥാപനങ്ങളെയും വലിയ റൂട്ട് കിറ്റിൽ വരെ ജനങ്ങളുമായിട്ട് വലിയ ബന്ധവും കോടിക്കണക്കിന് രൂപയുടെ ആളുകളും ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി BJP മാറിയതും ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് CJPയുടെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റാതെ 45ാമത്തെ ദിവസം സ്വന്തം മന്ത്രിയും പിൻവലിച്ച് കണ്ടം വഴി ഓടിയതും രാത്രി 12 മണിക്ക് വന്ന് ഞാനും നിങ്ങളൊപ്പം ഉണ്ടാ. നിങ്ങൾ പറയണതൊക്കെ കറക്റ്റാണ്, ഭയങ്കര ഗൗരവമുള്ള കാര്യമാണ് ഇത്. മാമൂൽ ഈ പറയുന്ന പോലെ ചെറിയൊരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് ലാസ്റ്റ് രാത്രി 12 മണിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജിട്ട് കുറച്ച് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ കൂട്ടാനാണ് പുള്ളി എന്ത് ചെയ്ത്. മാമൂൽ ഈ പറയുന്ന പോലെ അത്ര നിസ്സാര കാര്യമില്ല ഇത് എന്നൊക്കെ. അത് തന്നെയാണ് ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത്. നിസ്സാര കാര്യമില്ല. 10-22 പിള്ളേർ മരണപ്പെടുകയും 93 കുട്ടികൾ രാജിവെക്കുകയും ചെയ്ത കാര്യമാണ്. താനെ എവിടെ പോയി ഇരുന്നേച്ചെന്നാണ് ഇവര് ചോദിച്ചത്. വേർ വേർ യു? ഹലോ, പാർലമെന്റിലും ഇല്ല, വീട്ടിലും ഇല്ല, എവിടെയാണ് എന്നാണ് ചോദിച്ചത്. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തരമന്ത്രി എവിടെയാണ്? പുള്ളി പാർലമെന്റിലേക്ക് വന്നില്ല, വഴി കൂടി പോലും പോണില്ല. അപ്പൊ അത് തന്നെ ചോദിച്ചോണ്ട്. അപ്പൊ അങ്ങനെ ഉരുണ്ടാണ് ഈ സമരം നിർത്തിയത്. ആ സമരം നിർത്തിയതിനെ കുറിച്ചോ ഇത്ര വലിയൊരു കാര്യം ഉണ്ടായതിനെ കുറിച്ചോ ഒന്നും ചോദിക്കുന്നില്ല. ഇപ്പൊ ഇവരുടെയൊക്കെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്രെഡിറ്റ് ഇടതുപക്ഷത്തിലേക്ക് എങ്ങാനും എത്തി, ഇനി അവരെങ്ങാനും എന്ത് ചെയ്യോ, ഒരു ചെറിയ പുനരുജ്ജീവനം ഉണ്ടാവോ ദൈവമേ എന്നുള്ളതാണ് ഇവരെന്ത് ചെയ്യുന്നത്. അത്രേ ഉള്ളു വിഷയം. അതിനു വേണ്ടിയിട്ടാണ് ഈ വേഷം കെട്ടും അഭ്യാസമൊക്കെ കാണിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രജിത, ഞാൻ പ്രജിതയോട് തിരിച്ച് ചോദിക്കുന്നു, 22 കുട്ടികൾ ഈ നാട്ടിൽ ആത്മഹത്യ ചെയ്തപ്പോൾ ഈ വീഡിയോ ചെയ്ത ട്രോളന്മാരും കീളന്മാരും ഒക്കെ ആരെങ്കിലും പ്രധാനമന്ത്രിയെ കുറിച്ച് ചോദ്യം ചെയ്തോ? ധർമ്മേന്ദ്ര പ്രധാനെ ചോദ്യം ചെയ്തോ? നിങ്ങൾക്ക് ഈ പരീക്ഷ നടത്തിക്കൂടണോ മര്യാദക്കെന്ന് ചോദിച്ചോ? ഈ കോമഡിക്കാരൊക്കെ ഷാജനും മറ്റേ ജയശങ്കറൊക്കെ ഒന്ന് ചോദിച്ചോ? ഇവരെന്താ വായിൽ മറ്റേ ഉണ്ടമ്പുരി ആയിരുന്നു കേട്ടോ. ഇത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ ആരെങ്കിലും പറയാതിരിക്കാൻ പറ്റൂല. പറഞ്ഞിട്ടുണ്ടാവുന്ന നട്ടം ഞാൻ അങ്ങോട്ട് തയ്ച്ച്. ഇതിലെ മറ്റേ ബാംഗ്ലൂരിൽ കർണാടകത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് നിരവധി പേര് ഒരു ദിവസം എന്ത് ചെയ്തു, പുറത്തേക്കിറക്കി വിടാൻ തീരുമാനിച്ചു. ഓർക്കണ്ട? ആ പുറത്തേക്കിറക്കി വിടാൻ, ഞാനന്ന് ബാംഗ്ലൂരുണ്ട്, ഞാൻ ബാംഗ്ലൂരിലുള്ളപ്പോൾ പുറത്തേക്കിറക്കി വിടാൻ തീരുമാനിച്ചതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ റഹീം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് എന്നുള്ളവരൊക്കെ അവിടെ ചെല്ലുകയും അവർക്ക് പ്രൊട്ടസ്റ്റിന് നേതൃത്വം കൊടുക്കുകയും ലാസ്റ്റ് ഗവൺമെന്റ് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യേണ്ടി വന്നു. അന്ന് കുറെ പേര് ചാടിയങ്ങ് ഇറങ്ങി. എന്താണെന്നറിയാമോ? റഹീമിന്റെ ഇംഗ്ലീഷ് എത്ര, ഈ പറഞ്ഞ് കളിയാക്കിയവരുടെ ഇംഗ്ലീഷ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനിപ്പോ എന്ത് ചെയ്യുന്നില്ല കേട്ടാ. ഇതിൽ ചില ആളുകളുടെ ഇംഗ്ലീഷ് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ പിന്നെ അതൊന്നും എന്ത് ചെയ്യുന്നില്ല.
ലാംഗ്വേജ് അല്ലല്ലോ അതൊക്കെ അദ്ദേഹത്തിന്റെ. അതൊന്നും നമ്മളിപ്പോ ഇപ്പൊ നാളെ താങ്കൾക്ക് ജാപ്പാനീസ് അറിയില്ല എന്ന് പറഞ്ഞ് ജപ്പാൻകാർ കളിയാൻ കിട്ടൂല കാര്യമുണ്ട്. ഇംഗ്ലീഷ് ചിലപ്പോ അറിയാൻ പാടില്ല. അപ്പൊ നമ്മൾ പക്ഷെ ആ പ്രൊട്ടസ്റ്റ് അവിടെ വിജയിച്ചല്ലോ. ആ പ്രൊട്ടസ്റ്റ് വിജയിച്ചല്ലോ. ഞാൻ പറയണത് ഒരു 100-300 പേരെ നേരെ ഒരു ടയർ ഷോപ്പുകള് പല ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരെ ഇറക്കി വിടാൻ വേണ്ടി പോകുന്നവരാ ചെന്ന് ഇറങ്ങല്ലേ എന്ന് പറയാൻ ഇന്ത്യയിൽ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ അനുമോദിക്കണ്ടേ? എന്നിട്ട് ഇവര് രാവിലെ ഇരുന്ന് പറയും ഞങ്ങൾ നിഷ്പക്ഷരാണ്, ഞങ്ങൾക്ക് യാതൊരു രാഷ്ട്രീയവും ഇല്ല. പക്ഷെ ഇടയിലൂടെ നമ്മൾ എന്ത് ചെയ്യും? സംഗീതരം എന്ത് ചെയ്യും? തലപൊക്കും.